വീട്ടിൽ നിന്നിറങ്ങി നടക്കുന്നത് കാട്ടിലേക്കാണ്. വന്യമൃഗങ്ങളുള്ള കാടല്ല, ഇടുക്കിക്കാരുടെ സ്വന്തം ഏലക്കാട്ടിലേക്ക്. ഏലത്തോട്ടത്തിന് ഞങ്ങളുടെ നാട്ടിൽ ഏലക്കാടെന്നും പറയാറുണ്ട്. ഏലക്ക ഉണ്ടാവുന്ന മരത്തിലാണോ വള്ളിയിലാണോ കുറ്റിച്ചെടിയിലാണോ എന്ന് സംശയമുള്ള ചിലർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് വേണ്ടി പറയാട്ടോ, ഏലക്ക ഉണ്ടാകുന്നത് ഈ ചെടിയുടെ താഴെ കാണുന്ന വള്ളി പോലത്തെ ശരം എന്ന് പറയപ്പെടുന്ന ഈ ഭാഗത്താണ്. അവിടെ ഈ മുത്തുമണി പോലെയാണ് ഏലക്ക ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 45 ദിവസത്തിന് ഇടവേളകളിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. വളരെ മിതമായൊരു കാലാവസ്ഥയുമാണ് ഈ ചെടിക്ക് ആവശ്യം. ഒരുപാട് ചൂട് കൂടിയതോ ഒരുപാട് മഴയുള്ളതോ ആയ കാലാവസ്ഥ ഇതിന് പറ്റില്ല. ചൂട് ഒരുപാട് കൂടിയാൽ ചെടി ഉണങ്ങിപ്പോവും, അതുപോലെ മഴ ഒരുപാട് കൂടിയാൽ ചീഞ്ഞും പോവും. അതുകൊണ്ട് വളരെ മിതമായ കാലാവസ്ഥയിലാണ് ഇതിൻ്റെ വളർച്ച. തോട്ടത്തിൻ്റെ താഴ്ഭാഗം കണ്ടം പോലെ പ്രദേശമാണ്. പണ്ടിവിടെ നെൽകൃഷി ഉണ്ടായിരുന്നു, ഇപ്പോൾ കപ്പയും പയറുമൊക്കെയാണ്. സമീപത്തൊരു വലിയ പാറയുണ്ട്, അതിലിങ്ങനെ കള്ളിമുൾച്ചെടി പോലെ കുറേ ചെടികൾക്ക് കിളത്തി നിൽപ്പുണ്ട്. അതിനടുത്തുള്ള പാറയിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ലൊരു പീസ് ഓഫ് മൈൻഡാണ്, നല്ലൊരു റിഫ്രഷ്മെൻറ്റ്. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും. ഈ ചെടി പലർക്കും ഓർമ്മയുണ്ടാവും. പണ്ട് സ്ലേറ്റ് മയക്കാൻ ഒരുപാട് പറിച്ചിട്ടുണ്ട്. 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത് പറിച്ചെന്ന് മണപ്പിക്കുമ്പോൾ വീണ്ടും ആ നഴ്സറി ക്ലാസ്സിലെത്തിയ പോലെ ഒരു ഓർമ്മ. അന്നത്തെ ഓർമ്മ പുതുക്കുന്ന രീതിയിൽ ഒരുപാട് പുല്ലുകൾ ഇവിടെ കണ്ടു. വളരെ കൗതുകത്തോടെ പലതും ഞാൻ പറിച്ചു നോക്കി. വീണ്ടും ആ കുട്ടിക്കാലത്തിലേക്ക് ഒരു മടക്കം പോലെ. വീടിൻ്റെ പരിസരത്ത് നടക്കുമ്പോൾ എന്തിനാ ഇത്ര നൊസ്റ്റാൾജിയ എന്ന് ഓർക്കുന്നുണ്ടാവും. എന്നാൽ സ്വന്തം വീടല്ല, ഇതെൻ്റെ അമ്മ വീടിൻ്റെ പരിസരമാണ്. അതുകൊണ്ടാണ് എനിക്കിത് ഇത്ര നൊസ്റ്റാൾജിക്കായിട്ട് തോന്നുന്നത്. നടന്ന വഴികളിലൂടെ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും നടക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് എൻ്റെ മനസ്സിലും എൻ്റെ മുഖത്തും ഈ വീഡിയോയിലും നിറയെ ഉള്ളത്.